SSFന്റെ പ്രവർത്തകന്മാർ ക്യാമ്പസുകളിൽ സജീവരാകണം. SLCയിലും PUCയിലും മറ്റുള്ള ഡിഗ്രി കോളേജുകളിലെല്ലാം SSFന്റെ പ്രവർത്തകന്മാർ ഉഷാറാകണം. ക്യാമ്പസ് SSF നമ്മളെ ക്യാമ്പസുകളിൽ സജീവമാകണം. സങ്കടമെന്ന് പറയട്ടെ, കഴിഞ്ഞ SSLC പരീക്ഷ നടക്കുമ്പോൾ പലർക്കും ജുമാ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. SSFന്റെ പ്രവർത്തകന്മാർ മുൻകൂട്ടി മണത്തറിയണം. സമീർ അഹമ്മദിനെ പോലെയുള്ള മറ്റുള്ള മന്ത്രിമാരെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർക്ക് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. ഒരൊറ്റ വിദ്യാർത്ഥിക്കും ഒരൊറ്റ എക്സാമിന്റെ പേരിൽ ഒരു ജുമാ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിൽ ജാതി വ്യത്യാസമില്ല, മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളോ എന്ന് വ്യത്യാസമില്ല. SSLC പരീക്ഷ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കർണാടകയിലെ മൊത്തം SSLC റിസൾട്ട് നോക്കിയാൽ കൂടുതൽ ആളുകളും മറ്റുള്ള സ്റ്റേറ്റുകൾ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ തോറ്റുപോവുകയാണ്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. ജാതി വ്യത്യാസമില്ലാതെ SSLCയിൽ കുട്ടികൾ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഗവൺമെന്റാണ് കാണേണ്ടത്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഗവൺമെന്റിന്റെ വകയായി കുറച്ച് മാർക്ക് കൊടുത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാറുണ്ട്. ചെറിയ കുട്ടിച്ചാപല്യങ്ങളിൽ ബുദ്ധി കുറവുള്ളത് കൊണ്ട് കളിയിലും മറ്റും വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ SSLC തോറ്റതാകാം. PUCയിലെത്തുമ്പോൾ അവർക്ക് ബുദ്ധി വെക്കുമ്പോൾ അവർ ഉന്നതന്മാരായി പഠിച്ച് വലിയ വലിയ കോഴ്സുകളിലെത്തി വലിയ വലിയ ജോലികളിലെത്താം. ഈ റിസൾട്ട് കൊണ്ട് നമ്മുടെ സമുദായം എന്നല്ല, എല്ലാ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും വളർന്നു വരാൻ കഴിയുന്നില്ല. അത് മണത്തറിഞ്ഞുകൊണ്ട് അതിനെതിരെ നമ്മുടെ മന്ത്രിമാർക്കും വിദ്യാഭ്യാസ മിനിസ്റ്റർക്കെല്ലാം, ചീഫ് മിനിസ്റ്റർ അടക്കം എല്ലാവർക്കും നിങ്ങൾ അതിന്റെ മെമ്മോറാണ്ടം സമർപ്പിക്കണം. അതിനൊരു പരിഹാരം ഗവൺമെന്റ് കാണണം.